ഒരു രക്ഷയില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയൊക്കെ നന്നായിട്ട് നല്ല ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അധികം പറയുന്നില്ല. റിയലി ഹാപ്പി. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ്. മമ്മൂക്കയുടെ എന്താ പറയുക, ഒരു ജോളി മൂഡാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കാണണം, എൻജോയ് ആൻഡ് സപ്പോർട്ട്. ആ പടം ഒരു ഇച്ചിരി സ്ലോയിലാണ് പോകുന്നത്, കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് ആഴ്ചയിലാണ് എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പെർഫോമൻസിലാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസിൻ്റെ അത്രയും ബാക്കിയുള്ളവർക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, യൂടെക് ടെപ്പിൻ്റെ പുതിയ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 മമ്മൂട്ടിയുടെ ആദ്യ ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസ് എന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഗൗതം വാസുദേവമേനോൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് പുറമെ ഒരുപാട് പുതുമുഖ താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് സ്പേസിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. നിങ്ങളും ഈ പടം കണ്ടാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പടത്തിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ബാ. ഒരു ഡിറ്റക്റ്റീവായിട്ട് തന്നെയാണ്, അല്ലാതെ ഭയങ്കര സീരിയസ് അങ്ങനെയല്ല. പക്ഷേ സൂപ്പർ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ റോൾ അസലായിരുന്നു. കാര്യം നമുക്ക് എത്ര ചിരിച്ച് കളിച്ച് കാണുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ, അപ്പം നല്ല രസമായിരുന്നു. ഗോകുലും ഹീറോയിനും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ എൻഡിൽ ക്ലൈമാക്സ് പറയുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ബ്രില്യൻറ്റ് ആണ്. എന്തായാലും എന്തുമാത്രം സപ്പോർട്ട് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഒരു ഫണ്ണി ത്രില്ലറാണ് മൂവി. എന്നാലും മമ്മൂക്കാടെ കുറച്ച് ഫണ്ണി സംഭവത്തെ എനിക്ക് എൻഗേജ് ആയില്ല. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാമെന്നുള്ളൊരു മൂവിയുണ്ട്. GVM അടിപൊളിയായിരുന്നു. ഇതൊരു ഞാൻ ഇതിനു മുമ്പ് ഒരു സിനിമ കണ്ടിട്ടുണ്ട്, തമിഴിലെ തിട്ടമരണ്ടെന്ന് പറഞ്ഞ ആ ഒരു സിനിമ പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. എന്തായാലും പ്രേക്ഷകർ എന്തായാലും എങ്ങനെ ഇരിക്കണമെന്ന് അറിയില്ല. എന്തായാലും കാണാനുള്ളതുണ്ട്. നല്ലൊരു മൂവിയാണ്. എന്തായാലും തിയേറ്ററിലൊന്നും എല്ലാവരും കാണാം. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. ലാഗ് ഉണ്ട്. കോമഡി ഒക്കെ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്. അടിക്കേണ്ടവർക്ക് അടിക്കാം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പടം വിചാരിച്ച അത്രയും വന്നില്ല. ഒരു വൺ ടൈം വാച്ചുള്ള മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൂടുതൽ കോമഡി പ്രതീക്ഷിച്ചു, പക്ഷേ കോമഡി കാര്യങ്ങൾ ഏറ്റിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫസ്റ്റ് ഹാഫ് ചെറുതായിട്ട് ലാഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ പെർഫോമൻസ് തന്നെയാണ്. പുള്ളി ഈ പ്രായത്തിൽ ഗംഭീരമായിട്ട് പെർഫോമൻസ്, ഫൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ രജനീകാന്തിൻ്റെ ഒക്കെ ഒരു സംഭവം, പുള്ളി ഡാൻസിൽ മറ്റേ പാട്ടിൽ 2 സ്റ്റെപ്പ് ഇടുന്നു, അത് കാണാൻ തന്നെ മെയിനായിട്ട് വന്നത്. അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പടം വെച്ച് നോക്കുമ്പോൾ ഒരു വൺ ടൈം വെച്ചുള്ള മൂവി അങ്ങനെ ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു, ലാഗ് ചെറുതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു തരത്തിലുള്ളൊരു കഥയും കാര്യങ്ങളായിട്ട് തോന്നി. എന്തായാലും ക്ലൈമാക്സിന് വേണ്ടി എടുത്ത പടം എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ മൂവി മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു, പരോളിൽ മമ്മൂട്ടിയുടെ മോളായിട്ട് തന്നെ. അപ്പം രണ്ടാമത്തെ പടവും മമ്മൂക്കയുടെ കൂടെ കിട്ടിയപ്പോൾ ഇറ്റ്സ് റിയലി ഹാപ്പി. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ്. മമ്മൂക്കയുടെ എന്താ പറയുക, ഒരു ജോളി മൂഡാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എല്ലാവരും കാണണം, എൻജോയ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഒരു രക്ഷയില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയൊക്കെ നന്നായിട്ട് നല്ല ക്യാരക്ടറായിട്ട് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവരും നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ അധികം പറയുന്നില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫ് ലാഗ് ചെറുതായിട്ടുണ്ട്. പക്ഷേ ആ ലാഗ് നമുക്ക് പെട്ടെന്ന് ആവത്തില്ല. പക്ഷേ ഇരുന്ന് കാണേണ്ടതാണ്. സെക്കൻഡ് ഹാഫാണ് ഇരുന്ന് കാണേണ്ടതാണ്. സത്യം പറഞ്ഞ് ഇരുന്ന് കാണേണ്ട ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫൊക്കെ അങ്ങ് ആറാടുകയാണ്. ആ പടം ഒരു ഇച്ചിരി സ്ലോയിലാണ് പോകുന്നത്, കുഴപ്പമില്ല. എന്നാലും ഫസ്റ്റ് ആഴ്ചയിലാണ് എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പെർഫോമൻസിലാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസിൻ്റെ അത്രയും ബാക്കിയുള്ളവർക്ക് ചെന്നെത്താൻ പറ്റുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ആയിരുന്നു പുള്ളിയുടെ എക്സ്പീരിയൻസിൽ അതിൽ ബാക്കി അതാണ് ഇച്ചിരി സ്ലോ ആയിട്ട് പടം പോകുന്നത്. അവസാനമായപ്പോഴത്തേക്ക് എല്ലാം വിശദീകരിച്ച് തരുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, വൺ ടൈം വാച്ച് കുഴപ്പമില്ല, നല്ലൊരു പടം കേട്ടോ. കുഴപ്പമില്ല, അഭിപ്രായമാണ്. ഒരു ആവറേജ് പടം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വലിയൊരു അഭിനയം. പിന്നെ മമ്മൂക്കയുടെ കാര്യം നമുക്ക് പറയണ്ട. അപ്പോൾ പുള്ളിക്ക് ഏത് ക്യാരക്ടർ കിട്ടിയാലും പുള്ളി കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. അഭിനയത്തിലൊക്കെ നല്ലതാണ്, ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. പക്ഷേ പറഞ്ഞ പോലെ വലിയൊരു സിനിമയെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരെ നമ്മൾ വഞ്ചിക്കുന്ന പോലെ ഇപ്പം സിനിമ ആവറേജേ ഉള്ളൂ, നമുക്ക് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ബോറടിപ്പിക്കില്ല എന്നുള്ള ഒരു ഞാൻ പറയണില്ല. അങ്ങനെ സിനിമയെ നമ്മൾ മോശമായിട്ട് സംസാരിച്ച് അവഹേളിക്കില്ല. പക്ഷേ 2025 മമ്മൂക്കയുടെ വർഷമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം പറയേണ്ടിയിരിക്കും. വർഷത്തിൽ അങ്ങോട്ട് കടക്കാൻ സാധ്യത കുറവാണ്. ഇനിയുള്ള സിനിമകൾ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്. ഇനി പ്രേക്ഷകർ പറയട്ടെ, തീരുമാനിക്കട്ടെ. വലിയ സിനിമയെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടില്ല. കാരണം നാളെ ഇത് റിവ്യൂവർമാർ പറയട്ടെ. അശ്വന്ത് ഗോഖലെ പോലുള്ള പെടാൻ റിവ്യൂവർമാരുണ്ട്, അവർ പറഞ്ഞ് സിനിമ പോസ്റ്റ് ചെയ്യാൻ.